നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആലപ്പുഴയിലെത്തി. ആയിരങ്ങളാണ് കണ്ടമിടറി മുദ്രാവാക്യം വിളിച്ച് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ആലപ്പുഴയുടെ വഴിയോരങ്ങളിൽ കാത്തുനിൽക്കുന്നത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സംസ്കാര സമയക്രമത്തിൽ ചെറിയ മാറ്റം വരുത്തേണ്ടി വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തുനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്കാരത്തിന്റെ അടക്കമുള്ള സമയക്രമത്തിൽ മാറ്റം ഉണ്ടാകുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. VS അച്യുതാനന്ദന്റെ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. അതേസമയം DC-യിലെ പൊതുദർശനം അരമണിക്കൂറായി ചുരുക്കി. ഷാർജയിൽ മരിച്ച വിഭജികയുടെ മൃതദേഹം കേരളത്തിലെത്തിച്ചു. തിരുവനന്തപുരത്തെത്തിച്ച മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജന്മനാടായ കൊല്ലത്തേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:40 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് എംബാങ്ക് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് അയച്ചത്. കൊല്ലം കേരളപുരം സ്വദേശി വിഭജികയെയും കുഞ്ഞിനെയും ഷാർജയിലെ അൽ നഹയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊച്ചിയിൽ ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്ത് ഉടമയറിയാതെ OLXിലൂടെ വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന പ്രതികളിലൊരാളായ യുവതി അറസ്റ്റിൽ. മലബാർ സർവീസ് അപ്പാർട്ട്മെന്റ് LLP കമ്പനി ഉടമയായ 24-കാരി സാന്ദ്രയാണ് തൃക്കാക്കര പോലീസിന്റെ പിടിയിലായത്. ഒരേ ഫ്ളാറ്റുകൾ കാട്ടി 3 പേരിൽ നിന്നും 20 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്ന കേസിലാണ് അറസ്റ്റ്. കാക്കനാട്ടത്തെയും പരിസര പ്രദേശത്തെയും ഫ്ളാറ്റുകൾ അപ്പാർട്ട്മെന്റുകളും മാറി മാറി വാടകയ്ക്കെടുത്ത ശേഷമാണ് തട്ടിപ്പ്. ഈ ഫ്ളാറ്റുകൾ OLXിലൂടെ പണയത്തിന് നൽകാമെന്ന് പരസ്യം നൽകി ആവശ്യക്കാരെ ആകർഷിക്കും. വൻതുക പണയം വാങ്ങി കരാറുണ്ടാക്കും. ഒരേ ഫ്ളാറ്റ് കാട്ടി പരസ്പരം അറിയാത്ത പലരിൽ നിന്നായി ലക്ഷങ്ങൾ പണയത്തുകയായി ഈടാക്കുകയാണ് പ്രതിയുടെ രീതിയെന്നും പോലീസ് പറഞ്ഞു. കാക്കനാട് മാണിക്കുളങ്ങര റോഡ് ഗ്ലോബൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റ് 11 മാസത്തേക്ക് പണയത്തിന് ലഭിക്കാൻ പണം നൽകി തട്ടിപ്പിനിരയായവരുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഉടമകളിലൊരാളായ യുവതി കുടുങ്ങിയത്. ശശി തരൂർ പാർട്ടിയിൽ നിന്നും പുറത്തു പോകണമെന്ന വിധത്തിൽ K മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും നടത്തിയ പ്രസ്താവനകളോട് പ്രതികരിച്ച് ശശി തരൂർ MP രംഗത്ത്. തനിക്കെതിരെ പരാമർശങ്ങൾ നടത്തുന്ന നേതാക്കളുടെ ആധികാരികത എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. തരൂർ തങ്ങൾക്കൊപ്പം ഇല്ല എന്ന കോൺഗ്രസിൽ ഉള്ളതായി കണക്കാക്കുന്നില്ല എന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലായിരുന്നു തരൂരിന്റെ പ്രതികരണം. ഇക്കാര്യങ്ങൾ പറയുന്നവർക്ക് അതിനുള്ള അടിസ്ഥാനം ഉണ്ടായിരിക്കണം. ആരാണ് ഇതൊക്കെ പറയുന്നത്? പാർട്ടിയിൽ അവരുടെ സ്ഥാനം എന്താണ്? എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല. അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് അവരോടാണ് ചോദിക്കേണ്ടത്. എനിക്ക് എൻ്റെ കാര്യമേ പറയാൻ കഴിയൂ എന്നും കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ സംബന്ധിച്ച ചോദ്യത്തിനോട് തരൂർ പ്രതികരിച്ചു. യമനി പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കിയെന്ന പ്രചരണത്തിൽ പ്രതികരണവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ. നിമിഷപ്രിയ ഉടൻ മോചിതയാകുമെന്ന പ്രചരണം തലാലിന്റെ സഹോദരൻ നിഷേധിച്ചു. മോചനമല്ല, വധശിക്ഷ ഉടൻ നടപ്പാവുകയാണ് ഉണ്ടാവുകയെന്നും പോസ്റ്റിൽ പറഞ്ഞു. ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ സ്പ്ലിസ് ഇനിഷ്യേറ്റീവ് എന്ന സംഘടനയുടെ സ്ഥാപകനുമായ ഡോക്ടർ പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ X വീഡിയോയിലൂടെ ഡോക്ടർ പോൾ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന് പറഞ്ഞിരുന്നു. മറ്റ് റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം പുറത്തു വന്നിരുന്നു. യമനിലെ സനയിൽ നിന്നും പുറത്തിറക്കിയ വീഡിയോയിലാണ് ഡോക്ടർ പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത്. നിമിഷപ്രിയയുടെ അമ്മ ഉൾപ്പെടെയുള്ളവർക്ക് നന്ദി അറിയിച്ചാണ് വീഡിയോ പുറത്തുവിട്ടത്. 62 വർഷത്തെ സേവനത്തിന് പിന്നാലെ MiG-21 വിമാനങ്ങൾ കളമൊഴിയുന്നു. ഘട്ടം ഘട്ടമായി MiG-21 വിമാനങ്ങൾ ഒഴിവാക്കാനാണ് വ്യോമസേന തീരുമാനിച്ചിരിക്കുന്നത്. MiG-21 പകരം തേജസ് മാർക്ക് 1A വിമാനങ്ങളാണ് ഇനി സേനയുടെ ഭാഗമാവുക. തദ്ദേശീയമായി നിർമ്മിച്ചവയാണ് വ്യോമസേനയുടെ ഭാഗമാകുന്ന തേജസ്. പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ആഭ്യന്തര വ്യോമ അതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് നീട്ടി ഇന്ത്യ. ഓഗസ്റ്റ് 23 വരെയാണ് നീട്ടിയത്. പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമ അതിർത്തിയിൽ പ്രവേശിക്കുന്നത് നിയന്ത്രിക്കുന്ന വൈമാനികർക്കുള്ള നോട്ടീസ് 2025 ഓഗസ്റ്റ് 23 വരെ ഔദ്യോഗികമായി നീട്ടിയതായും അറിയിക്കുന്നു. കേന്ദ്ര സിവിൽ ഏവിയേഷൻ സഹമന്ത്രി മുരളീധർ മോഹോൾ X പോസ്റ്റിൽ പറഞ്ഞു. ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമ അതിർത്തിയിൽ വിലക്ക് ഏർപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ മുൻ തീരുമാനത്തെ തുടർന്നാണ് ഈ നടപടി. തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ യുവാവ് പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായി മരിച്ച സംഭവത്തിൽ വീണ്ടും ഇടപെട്ട് മദ്രാസ് ഹൈക്കോടതി. തമിഴ്നാട് സർക്കാർ ഇടക്കാല നഷ്ടപരിഹാരമായി 25 ലക്ഷം രൂപ മരിച്ച അജിത് കുമാറിന്റെ കുടുംബത്തിന് നൽകണമെന്നാണ് കോടതിയുടെ മധുര ബെഞ്ചിന്റെ നിർദ്ദേശം. ശിവഗംഗ ജില്ലയിലെ മധപുരം ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്ന 27-കാരനായ അജിത് മോഷണക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത അജിത്തിനെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തി. ദില്ലിയിൽ ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ തുടരുന്ന കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ നിരവധി പ്രദേശങ്ങൾ വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും രൂപപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വൈദ്യുതി വിതരണത്തിലും റെയിൽ വ്യോമ ഗതാഗത സേവനങ്ങളിലും തടസ്സമുണ്ടാവുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മഴയെ തുടർന്ന് ദില്ലിയിലെ താപനില 21.4 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നിട്ടുണ്ട്. ഇത് സാധാരണ താപനിലയേക്കാൾ 4 ഡിഗ്രി കുറവാണ്.
ദ്വീപരാഷ്ട്രമായ മാലിദ്വീപിന്റെ 60ാം സ്വാതന്ത്ര്യദിനമായ ജൂലൈ 26-ന് നടക്കുന്ന ചടങ്ങുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ട അതിഥിയാകും. സന്ദർശന വേളയിൽ മാലിദ്വീപ് റിപ്പബ്ലിക്കിന്റെ 8ാമത് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഫ്ലോട്ട് പരേഡുകൾ, സാംസ്കാരിക പ്രകടനങ്ങൾ മുതൽ സൈനിക പ്രദർശനങ്ങൾ വരെയുള്ള വൈവിധ്യമാർന്ന ആഘോഷങ്ങൾ നടക്കും. യാത്രക്കാരന്റെ പണവും രേഖകളും അടങ്ങിയ പേഴ്സും ബാഗുകളും മോഷ്ടിച്ച റെയിൽവേ ജീവനക്കാരൻ അറസ്റ്റിൽ. ബീഹാർ നാരായൺപൂർ സ്വദേശിയും ട്രാക്ക്മാനുമായ സുബോധ് കുമാറാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. നെല്ലിക്കുന്ന് സ്വദേശി അശോക് ഷെട്ടിയുടെ ബാഗുകളും പേഴ്സുമാണ് പ്രതി കവർന്നത്. ഈ മാസം 18-നാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. പ്ലാറ്റ്ഫോമിലെ CCTV ദൃശ്യങ്ങളിലൂടെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. കാസർഗോഡ് റെയിൽവേ പോലീസ് സ്റ്റേഷൻ SHO റജികുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടിയ പ്രതിയെ ഒസ്ദൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മകനോടൊപ്പം താമസിക്കുന്നതിനിടെ യുവതി കാമുകന്റെ സഹായത്തോടെ ഭർത്താവിനെ കൊലപ്പെടുത്തി മൃതദേഹം വീടിനുള്ളിൽ കുഴിച്ചിട്ടു. നലസോപാര ഈസ്റ്റിലെ ഗംഗാദിപാട ഏരിയയിൽ നടന്ന സംഭവത്തിൽ വിജയ് ചൗഹാനെ കൊലപ്പെടുത്തിയത് ഭാര്യ ഗുണ്ടിയ ചൗഹാനും കാമുകനും അയൽവാസിയുമായ മോനു വിശ്വകർമ്മയും ചേർന്നാണെന്ന് പോലീസ് കണ്ടെത്തി. തന്റെ വിവാഹേതര ബന്ധത്തിന് തടസ്സമായതിനെ തുടർന്നാണ് ഭാര്യ വിജയെ കൊല്ലാൻ തയ്യാറായതെന്നും പോലീസ് പറഞ്ഞു. പുഴയിലിറങ്ങിയുള്ള റിപ്പോർട്ടിങ്ങിനിടെ മാധ്യമപ്രവർത്തകൻ ചവിട്ടിയത് കാണാതായ 13-കാരിയുടെ മൃതദേഹത്തിൽ. ബ്രസീലിലാണ് സംഭവം. മീറിയം നദിയിൽ 13-കാരിയെ കാണാതായതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മാധ്യമപ്രവർത്തകൻ കലങ്ങിമറിഞ്ഞ പുഴയിലിറങ്ങി സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് എന്തിലോ ചവിട്ടിയത്. ഇതോടെ പരിഭ്രാന്തനായ മാധ്യമപ്രവർത്തകൻ വിവരം മറ്റുള്ളവരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് രക്ഷാപ്രവർത്തകർ മാധ്യമപ്രവർത്തകൻ ചൂണ്ടിക്കാട്ടിയ ഇടത്ത് തിരച്ചിൽ നടത്തുകയും പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. കൂട്ടുകാർക്കൊപ്പം പുഴയിൽ നീന്തുന്നതിനിടെയായിരുന്നു സ്കൂൾ വിദ്യാർത്ഥിനിയായ റൈസയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. കോൺഗ്രസിന് കനത്ത തിരിച്ചടി. പാർട്ടി സംഭാവനയിൽ നിന്ന് ലഭിച്ച പണത്തിനു മേൽ ആദായ നികുതി വകുപ്പ് നൽകിയ നോട്ടീസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നൽകിയ അപ്പീൽ കോടതി തള്ളി. ആദായ നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റേതാണ് നടപടി. 2018-19 കാലത്തെ നികുതി ഇളവ് ആവശ്യമെന്ന അപ്പീലിലാണ് IITയുടെ 2-അംഗ ബെഞ്ച് തള്ളിയത്. ഇതോടെ ആദായ നികുതി ഇനത്തിൽ 199 കോടി കോൺഗ്രസ് അടയ്ക്കണം. UAEയിൽ വിസ നിയമലംഘകരെ പിടികൂടുന്നതിന് വ്യാപകമായ തിരച്ചിൽ പുരോഗമിക്കുന്നു. ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെ 32,000-ലേറെ UAE വിസ നിയമലംഘകരെ പിടികൂടിയതായി ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. സ്പീഡ് ന്യൂസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.